Hello, good morning to all. Audible ആണോ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. മസ്ന, ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? ജസ്റ്റ് 2 minutes വെയിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. Okay, we'll start. Good morning to all. Good morning. ഓക്കെ, നാളെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് അവറുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ഉണ്ടാവുമെന്ന് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ. അപ്പോൾ ഞാൻ ഓൾറെഡി നോട്ട് ഏപ്രിൽ 13 അത് നോക്കിയാൽ മതി. ലിങ്ക്സിൽ ഏപ്രിൽ 13 സെക്ഷനിൽ ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോട്ടും ഫൈനൽ PPT അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ. സോ അത് പഠിക്കുക, നോട്ട് പഠിക്കുക. നോട്ടിൻ്റെ ലാസ്റ്റ് ഞാൻ യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു 20 മാർക്സിൻ്റെ എക്സാം ഞാൻ നിങ്ങളുടെ അസൈൻമെൻറ്റ് അവറിൽ നടത്തും. ആ ക്വസ്റ്റ്യൻസ് തറവായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് HTML റെസ്പോൺസും കോപ്പി അടിക്കാനൊന്നും പാടില്ല, കാരണം നോട്ട് നിങ്ങളുടെ കയ്യിലുള്ളതാണ്. കോപ്പി അടിക്കാൻ പാടില്ല. നീറ്റായിട്ട് പഠിക്കുക, അറിയുന്ന മാത്രം എഴുതുക. HTML റെസ്പോൺസ് ആൻഡ് റിക്വസ്റ്റ് ഫേസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ക്വസ്റ്റ്യൻ. അതിൻ്റെ കൂടെ നിങ്ങൾ യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നത് നോക്കുക. ഒരു 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ സെറ്റ് ചെയ്യും. ഓക്കെ, നാളത്തെ ആ ഒരു 1 hour നിങ്ങൾ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ടൈം എക്സ്റ്റൻഷനോ കാര്യങ്ങളൊന്നും ഇല്ല. ആ 1 hour 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസിൻ്റെ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോട്ടിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ലാസ്റ്റ് പേജിൽ യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അത് പഠിക്കുക, എഴുതുക. അതിൽ HTTP റെസ്പോൺസ് ആൻഡ് റിക്വസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോപ്പി അടിച്ചിട്ട് എഴുതാൻ പാടില്ല, അറിയുന്ന മാത്രം എഴുതുക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ ദേവിക? ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ശ്രീഷ്മയുടെ ഡൗട്ട് ഇല്ലേ? ശ്രീഷ്മ,
ലാസ്റ്റ് ക്ലാസ്സിൽ ചോദിച്ച ഡൗട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ ആ ഫ്രാക്ഷൻ വെച്ചിട്ട് നമുക്ക് പറ്റുള്ളൂ, FRAC വെച്ചിട്ട് പറ്റുള്ളൂ. അത് തന്നെ എല്ലാ ഫ്രാക്ഷൻസും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. സോ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സബ്സ്ക്രിപ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റ് തന്നെയാണ്. ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ. ഇപ്പം എനിക്ക് 5/9 റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സൂപ്പർസ്ക്രിപ്റ്റ് 5/superscript, ഓക്കെ, എന്നിട്ട് ആംപേഴ്സൺ SL പറഞ്ഞുതരാം. ഓക്കെ, ഇത് നോക്ക്, ഇതെന്താ പറയുക സംഭവിക്കുന്നത്. FRASL എന്ന് പറഞ്ഞാൽ ഈ സ്ലാഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സ്ലാഷ് വേണ്ടിയിട്ട്. അപ്പൊ സൂപ്പർസ്ക്രിപ്റ്റിലായിട്ട് 5, പിന്നെ എന്ത് ചെയ്യുക, സൂപ്പർസ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, ആംപേഴ്സൺ FRASL എന്ന് പറഞ്ഞാൽ ഈ സ്ലാഷ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, FRASL സെമിക്കോളൻ, എന്നിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എന്ത് കൊടുക്കുക, 9. അപ്പൊ നിങ്ങൾക്ക് 5/9 എന്നുള്ള ഫ്രാക്ഷൻ, ഇതല്ല 5 മുകളിലും 9 കുറച്ച് താഴെയായിട്ടുള്ള ഒരു പാറ്റേണിലുള്ള ഫ്രാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതാണ് എന്ത് ഫോർമാറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഇങ്ങനെയും കൊടുക്കാം, 2 ഡിജിറ്റ് ആയില്ലേ. അല്ലാതെ FRAC വെക്കുമ്പോൾ നമുക്ക് 1 ഡിജിറ്റേ കിട്ടുള്ളൂ, അതും എല്ലാം 1 ഡിജിറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ബെറ്റർ വേ ഈസ് യൂസിങ് ദിസ് വൺ. പിന്നെ അതിലൊരു സ്ലാഷ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് FRASL, &FRASL എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ശ്രീഷ്മ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ഹൈപ്പർ ലിങ്ക്സിലായിരുന്നു. ഹൈപ്പർ ലിങ്ക്സ് എന്തായിരുന്നു? നമ്മളൊരു പ്രോഗ്രാമിൽ എന്താണ്, നമുക്കിപ്പോൾ ഒരു വെബ് പേജിൻ്റെ അകത്ത് നമുക്ക് വേറൊരു വെബ് പേജിലോട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, സം ഇൻഫർമേഷൻ ഇസ് സ്പെസിഫൈഡ് ഇൻ അനദർ പേജ്. സോ ആ ഒരു പേജിലോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി യൂസ് ലിങ്ക്സ്. സോ അതിനെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറയുന്നത്. ഹൈപ്പർ ലിങ്ക്സ് എന്താണ്, ആങ്കർ ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ലിങ്ക് പറയുക. ഓക്കെ, ആങ്കർ ടാഗ് ആണ് യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് എന്താണ്, ആംഗിൾ ബ്രാക്കറ്റിൽ A എന്ന് പറഞ്ഞ ടാഗ്. പിന്നെ എപ്പോഴും ഒരു ലിങ്കിന്, ദിസ് ഇസ് ആൻ ഇൻലൈൻ ടാഗ് ആണ്, ആങ്കർ ടാഗ് ഒരു ഇൻലൈൻ ടാഗ് ആണ്. ഓക്കെ, നമ്മൾ എപ്പോഴും ലിങ്ക് പറയുമ്പം അതിന് സോഴ്സും ഉണ്ടാവും, ടാർഗറ്റും ഉണ്ടാവും. സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പാർട്ട്. ഒരു വെബ് പേജിൽ നമ്മൾ ബ്ലൂ ലൈനിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു പാർട്ട് ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വേറെ ഡോക്യുമെന്റിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ വേറെ ഡോക്യുമെന്റ് ആവണമെന്നില്ല, സെയിം പേജിൽ തന്നെ താഴോട്ടോ എവിടെയെങ്കിലും ആയിരിക്കും. സോ അതാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. എവിടത്തേക്കാണ് പോവേണ്ടത്, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ഇൻ ടാർഗറ്റ് പോർഷൻ ആൻഡ് ദ ലിങ്ക്. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്ന പോർഷനാണ് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടാർഗറ്റ് പറയുന്നത് HREF, ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ്. HREF എന്ന് പറഞ്ഞ കോഡ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്യുന്നത്, ടാർഗറ്റ് ഓഫ് ദ ലിങ്ക്. ഓക്കെ, എവിടെയാണ് ടാർഗറ്റ് ലൊക്കേഷൻ, ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് പറയുന്നത് HREF വെച്ചിട്ടാണ്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡ് നോക്കാം. ഓക്കെ, ഡോക്യുമെന്റ് ടൈപ്പ് HTML, ബോഡി എഴുതി, H1 കൊടുത്തു, ഹെഡിങ് കൊടുത്തത് ദ A ടാർഗറ്റ് ആട്രിബ്യൂട്ട്, എക്സാമ്പിൾ ആണ്. ഓക്കെ, ആങ്കർ ടാഗ് A HREF ഈക്വൽ ടു ഒരു URL കൊടുത്തു. ഓക്കെ, ഇതാണ് ടാർഗറ്റ് URL, ഡെസ്റ്റിനേഷൻ URL ഇതാണ്. ഇനി ഇവിടെ ടാർഗറ്റ് ഈക്വൽ ടു ബ്ലാങ്ക് എന്ന് പറഞ്ഞു കൊടുത്തത് എന്താ, ദിസ് ഇസ് അനദർ ആട്രിബ്യൂട്ട് ആണ്. ഇത് നമ്മുടെ സോഴ്സ് ടാർഗറ്റ് അല്ല, ദിസ് ഇസ് അനദർ ആട്രിബ്യൂട്ട് ഇൻ HTML. That is _blank means you have to open that new link or new page in another tab. ഒരു പുതിയ ടാബിലോ അല്ലെ പുതിയ ബ്രൗസർ വിൻഡോയിലോ ഓപ്പൺ ആവണം നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന പേജ്. ഓക്കെ, ഡെസ്റ്റിനേഷൻ പേജ് ന്യൂ ബ്രൗസർ അല്ലെങ്കിൽ ന്യൂ ടാബിൽ ഓപ്പൺ ആവണം എന്നാണ് ഈ _blank കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. സെയിം വിൻഡോ വരുന്നതാവാം, സെയിം ഫ്രെയിമിൽ വരുന്ന രീതിയിലാവാം. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, visitw3schools.com, visitw3schools.com ആണ് സോഴ്സ്. അതായത് നിങ്ങൾ ഈ visitw3schools.com എന്ന് പറയുന്നത് ഇതൊരു ലിങ്ക് ആണ്, ഒരു ബ്ലൂ കളറിലൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ലിങ്ക് ആണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴും എങ്ങോട്ട് പോകണം, https://www.visitw3schools.com
w3schools.com പോകണം. ഇതാണ് ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഇതാണ് സോഴ്സ്. ഈ സോഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. അതാണ് HREF വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, അതിൽ വരുന്ന ആട്രിബ്യൂട്ടാണ് ആങ്കർ ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് HREF. ഓക്കെ, HREF ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക, URL ആണ് പറഞ്ഞു കൊടുക്കുക, ഡെസ്റ്റിനേഷൻ URL. പിന്നെ വേറെ ആട്രിബ്യൂട്ട് ഉണ്ട്, ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞ പോലെ എന്നതൊരു ആട്രിബ്യൂട്ട്, ഇതിന് നിങ്ങൾ എവിടെ ഓപ്പൺ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളൊരു പാരഗ്രാഫ് എഴുതി, ജസ്റ്റ് ഇഫ് യു സെറ്റ് ടാർഗറ്റ് ആട്രിബ്യൂട്ട് മറ്റൊരു ഇതെഴുതി, ബോഡി ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്ത്. ഇതാണ് ആങ്കർ ടാഗും HREFൻ്റെയും അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്താ, ഇനി അതുപോലെ തന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് രണ്ട് രീതിക്ക് പറഞ്ഞു കൊടുക്കാം. ഒന്ന് റിലേറ്റീവ് ഫയൽ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാം, ഓർ അബ്സല്യൂട്ട് ഫയൽ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, റിലേറ്റീവ് കൊണ്ട് എപ്പോഴും പറയുമ്പോൾ നമ്മൾ പണ്ട് സെർവറിന്റെ പാത്ത് പറയുമ്പോൾ പറഞ്ഞു, അബ്സല്യൂട്ട് പാത്തും ഉണ്ടാവും, റിലേറ്റീവ് പാത്തും ഉണ്ടാവും. അത് തന്നെ അഡ്രസ് എന്ന് പറയുന്നത്, ഒരു പാത്ത് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. റിലേറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും ഏതോ ഒരു കറണ്ട് ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പറയാം. നിങ്ങൾ സെന്റ് തോമസിന്റെ ഹോം പേജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഗാലറി കാണണമെന്നുണ്ടെങ്കിൽ എന്താ, ഹോം പേജിൽ നിൽക്കുന്നുണ്ട്, അവിടുന്ന് ഗാലറി എടുത്താൽ മതി. ഗാലറി പറഞ്ഞു കൊടുത്താൽ മതി, ഹോമിന്ന് ഗാലറി. അല്ലാതെ നമുക്ക് എന്താ പറയാം, കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം, സെന്റ് തോമസിന്റെ ഇത് കറക്റ്റ് ആയിട്ടും പറഞ്ഞു കൊടുക്കാം. അതാണ് ആബ്സല്യൂട്ട്. എൻറ്റയർ പാത്ത്, ഒരു ഫയലിന്റെ എൻറ്റയർ പാത്ത് പറയുകയാണെങ്കിൽ ആബ്സല്യൂട്ട്. ഓക്കെ, if you are specifying the address relative to some current document, it is relative address. Okay, target address the entire path പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, എവിടെയോ കിടക്കുന്ന ഡോക്യുമെന്റ് ആയിരിക്കും, എൻറ്റയർ പാത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആബ്സല്യൂട്ടും. ഒരു ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്, ഒരു ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ റിലേറ്റീവും. ഓക്കെ, ഈ രണ്ട് അഡ്രസ് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നോക്കാം. എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ ഹെഡ് കൊടുത്തു, ടൈറ്റിൽ എന്താണ്, ഹൈപ്പർ ലിങ്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കൊടുത്തു. അതിൽ ബേസ് HREF ഉണ്ടോ, ബേസ് റെഫറൻസ്, ബേസ് അഡ്രസ് എന്താണ്, HREF ഈക്വൽ ടു www.tutorialspoint.com ആണ്. ഓക്കെ, അത് ഹെഡ് സെക്ഷനിൽ കൊടുത്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ബോഡിയിൽ ക്ലിക്ക് ദ ഫോളോയിങ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ എൻ്റർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ HREF ഈക്വൽ ടു /HTML/index.htm. ടാർഗറ്റ് എന്നാണ്, അണ്ടർസ്കോർ ബ്ലാങ്ക് ആണ്, അത് പുതിയ വിൻഡോയിൽ വരണം. HTML ട്യൂട്ടോറിയൽ എന്നാണ് സോഴ്സ്. ഓക്കെ, HTML ട്യൂട്ടോറിയൽ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്, റെഫറൻസ് എന്താ പറഞ്ഞത്, സ്ലാഷ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ബേസ് അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ബാക്കി. അപ്പോൾ എങ്ങനെയാണ് വരിക, റെഫറൻസ് https www.tutorialspoint.com, അതിൽ HTML index.htm എന്ന് പറഞ്ഞ പേജിലോട്ടാണ് പോകേണ്ടത്. കണ്ടോ, ഇത്രയും ഇതാണ് എന്ത്, റിലേറ്റീവ് അഡ്രസ്സിങ്. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് പാത്ത് ഇവിടെ പറഞ്ഞു കൊടുക്കാം, ഇതിൻ്റെ ആവശ്യമില്ല. എങ്ങനെ, https www.tutorialspoint.com/html/index.htm എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനിൽ ഇവിടെ പറഞ്ഞു കൊടുക്കാം. ഒരു ലൈനിൽ കംപ്ലീറ്റ് പാത്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് അഡ്രസ്സിങ്. ഓക്കെ, ഇനി നിങ്ങൾ റിലേറ്റീവ് ടു സം ബേസ് പാത്ത്, ഇതൊരു ബേസ് പാത്ത് ആണ്, സോ അതിന് റിലേറ്റീവ് ആയിട്ടാണ് നിങ്ങൾ അഡ്രസ്സ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ കണ്ടോ, ഇത്ര ബാക്കി സ്ലാഷ് കൊടുക്കണം, കാരണം കറണ്ട് ബേസിൽ ഇന്ന ഫോൾഡർ ഇന്ന പേജാണ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ടു സം ഡോക്യുമെന്റ് ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റീവ് അഡ്രസ്സിങ്. സോ ഇതിൽ നമ്മൾ HTML ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സോഴ്സ് അല്ല, ഇതാണ് ലിങ്ക്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്, റെഫറൻസ് എങ്ങോട്ടാണ് പറഞ്ഞിട്ടുള്ളത്, /HTML എന്നാണ് പറഞ്ഞതെങ്കിലും ദാറ്റ് ഈസ് റിലേറ്റീവ് അഡ്രസ്സിങ്. കാരണം എന്താ, ബേസ് റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബേസ് റെഫറൻസിലുള്ള ലിങ്കിന്റെ കൂടെ അറ്റാച്ച് ആയിട്ടാണ് പോകും. സോ ഇങ്ങനെയാണ് വരിക, http:/tutorialspoint.com, അതിൽ HTML ഇൻഡെക്സ് പേജ് ആണ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, അതാണ് എന്ത്, റിലേറ്റീവ് അഡ്രസ്. മനസ്സിലായോ, ക്ലിയർ ആണോ, എടുത്തത് ക്ലിയർ ആണോ? ദേവിക, അഭിനവ്, റിലേറ്റീവും ആബ്സല്യൂട്ടും ക്ലിയർ ആണോ? ജസ്ന, പിന്നെ ക്ലിയർ അല്ലേ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ബേസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് റെഫറൻസ് കാണിക്കുന്നത്, അതായത് നിങ്ങളുടെ ലിങ്കിന്റെ ബേസ് അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ഇപ്പം. അതായത് ഈ ഒരു HTML ട്യൂട്ടോറിയലിന്റെ ബേസ് ലിങ്ക്, ബേസ് പേജ് അല്ലെങ്കിൽ ഇനീഷ്യൽ ലിങ്ക് എന്താണ്,
ഇതാണ് ഇനിഷ്യൽ tutorialspoint.com ആണ് ലിങ്ക്. അതിൽ നിങ്ങൾക്ക് ഏത് പേജാണ് വേണ്ടത്? ട്യൂട്ടോറിയൽസ് പോയിന്റിൽ HTML എന്ന് പറഞ്ഞ കണ്ടന്റിലുള്ള index.html എന്ന് പറഞ്ഞ പേജാണ് നിങ്ങൾക്ക് ഇപ്പോൾ റെഫറൻസ് ആയിട്ട് വരേണ്ടത്. HTML ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ, കാരണം ഇപ്പം പഠിക്കേണ്ട ഒരു സൈറ്റ് ആണെങ്കിൽ, ട്യൂട്ടോറിയൽസ് പോയിന്റ് പഠിക്കേണ്ട സൈറ്റ് ആണെങ്കിൽ അതിൽ കുറേ ഉണ്ടാവും കണ്ടൻസ്. HTML ഉണ്ടാവും, XML ഉണ്ടാവും, അതുപോലെ C++, Java, Python ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്? HTML ട്യൂട്ടോറിയലല്ലേ വേണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബേസ് അഡ്രസ്സ്. ഓക്കെ, tutorials.com എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് HTML ട്യൂട്ടോറിയൽ അല്ലേ വേണ്ടത്. സോ അതിൽ HTMLന്റെ ഇൻഡെക്സ് പേജ് ഓപ്പൺ ആവണം. ഇനി ഇതിന്റെ താഴെ നിങ്ങൾ ഒരു C ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതേ അഡ്രസ്സ് തന്നെയായിരിക്കും. അതിൽ /C/ അതിന്റെ ഇൻഡെക്സ് പേജ് ആയിരിക്കണം ഓപ്പൺ ആവേണ്ടത്. മനസ്സിലായ? ഇനി പൈത്തൺ ആണെങ്കിലോ, പൈത്തൺ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. പൈത്തൺ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഓപ്പൺ ആവേണ്ടത് ട്യൂട്ടോറിയൽസ് പോയിന്റ് തന്നെ ഉള്ള പൈത്തൺ ആണ് വേണ്ടത് എങ്കിൽ /python/index.html അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഒരു പേജ്. ഇൻഡെക്സ് തന്നെ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും ഒരു പേജ്. മനസ്സിലായി? അപ്പോൾ എപ്പോഴും ഈ അഡ്രസ്സിനെ, ബേസ് അഡ്രസ്സിന്റെ റെഫറൻസിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി ലിങ്ക് ഫോളോ ചെയ്യുക. മനസ്സിലായി? അപ്പോൾ നിങ്ങളൊരു ഇവിടെ ഒരു URL കൊടുത്തെങ്കിലും നിങ്ങൾ റിലേറ്റീവ് അഡ്രസ്സിനായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ കൂടെ ഈ പോർഷനും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് ലിങ്ക് ആയിരിക്കും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ HTML ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇതാണ് കൺസിഡർ ചെയ്യുക. ഇതിനെ നിങ്ങൾ റെഫറൻസ് ആക്കി വെച്ചിട്ട് ബാക്കി നിങ്ങൾ കൺസിഡർ ചെയ്യും. മനസ്സിലായോ? നിങ്ങൾക്ക് ഇതേപോലെ 2-3 ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ട്യൂട്ടോറിയൽസ് പോയിന്റ് തന്നെ C, Python, Java എല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലിങ്ക് കൊടുക്കുക. ബേസ് അഡ്രസ് എന്തായാലും ഇത് തന്നെയാണല്ലോ, മാറ്റം വരില്ല. അതിൽ നിങ്ങൾക്ക് പേജുകൾ മാത്രമേ മാറുള്ളൂ. സോ റെഫറൻസ് വേറെ വേറെ കൊടുക്കുക. മനസ്സിലായോ? ആരാണ് ചോദിച്ചത്? സംഗീത ആരാ ചോദിച്ചത്? ക്ലിയർ ആണോ? ക്ലിയർ ആണോ സംഗീത? ശരി, ഓക്കെ. അപ്പോൾ അതാണ് റിലേറ്റീവ് അഡ്രസ്സിങ്ങും ബേസ് അഡ്രസ്സിങ്ങും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതുപോലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പം പഠിച്ചത് ടെക്സ്റ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇമേജസ് ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ ലിങ്കിന് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാം, അണ്ടർലൈൻ ചെയ്യാം. ലിങ്ക് തന്നെ സെയിം ഡോക്യുമെന്റിലെ ലിങ്ക് ഉണ്ടാവും, അനദർ ഡോക്യുമെന്റിൽ ലിങ്ക് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ആണ് ടെക്സ്റ്റ് പറഞ്ഞത്, അതാണ് ഞാൻ സ്ലൈഡിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സെയിം എക്സാമ്പിൾ അല്ല, ഞാൻ നെറ്റിൽ നിന്ന് എടുത്തിട്ട് എക്സാമ്പിൾ ആയിരിക്കും. ഓക്കെ, നോട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ എക്സാമ്പിൾ കിട്ടും. ഏത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നിങ്ങൾ ഒരു ID ആട്രിബ്യൂട്ട്. ഒരു ID ആട്രിബ്യൂട്ട് എങ്ങനെയാണ് നിങ്ങൾ HTML കൊടുക്കുക? വാട്ട് ഈസ് ID ആട്രിബ്യൂട്ട്? വാട്ട് ഈസ് ദ യൂസേജ് ഓഫ് ID ആട്രിബ്യൂട്ട്? അതൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പം അത് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നോക്ക്, എന്താണ് ID ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്? നിങ്ങളിപ്പോൾ ഒരു വിക്കിപീഡിയൻ്റെ ഒരു പേജ് ഒക്കെ എടുക്കുമ്പോൾ എന്താ, ടേബിൾ ഓഫ് കണ്ടൻസ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇൻട്രൊഡക്ഷൻ, അതിന് സബ് ടോപ്പിക്സ് ഇങ്ങനെ സെക്ഷൻ 1, സെക്ഷൻ 2, 1.1, 2.1, 2.2 ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പം അതേ പേജിൽ തന്നെയായിരിക്കും ചിലപ്പോൾ എന്താ ഉണ്ടാവുക, താഴോട്ടുണ്ടാവും ഇൻട്രൊഡക്ഷൻ, അതിലോട്ട് പോകും. അതുപോലെ സെക്കൻഡ് സെക്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും വിക്കിപീഡിയയിൽ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകും. അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ID ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യും. ID ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്തിട്ട് ID വെച്ചിട്ടാണ് ആ ലിങ്ക് റെഫറൻസ് പോകുന്നുണ്ടാവുക. ഓക്കെ, ID വെച്ചിട്ടാണ് റെഫറൻസ് പോവുക. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ID ആട്രിബ്യൂട്ട് നിങ്ങൾ എന്താണ് ഹെഡിങ്, ഇപ്പം ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ടാവുമല്ലോ അല്ലേ? ടേബിൾ ഓഫ് കണ്ടൻസ് ഞാൻ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, അതുപോലെ ആ ഒരു ടോപ്പിക്. ഇപ്പോൾ C ആണെങ്കിൽ Cൻ്റെ ഹിസ്റ്ററി, അത് ഇൻട്രൊഡക്ഷൻ കൊടുക്കും. Cൻ്റെ ഹിസ്റ്ററി, Cൻ്റെ ഡെവലപ്മെന്റ്സ്, പിന്നെ ഇപ്പോൾ ഉള്ള Cയിലുള്ള ഫങ്ഷൻസ്, കാര്യങ്ങൾ, അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കും. വിക്കിപീഡിയയിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, നമുക്കെല്ലാം കിട്ടും. സോ അതൊക്കെ ലെഫ്റ്റ് സൈഡിൽ അത് ടേബിൾ ഓഫ് കണ്ടൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഹെഡിങ്, ഇതൊക്കെ ഓരോ സെപ്പറേറ്റ് ഹെഡിങ് ആണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് എഴുതി, H2 സൈസിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഹെഡിങ്, അതിനടിയിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് ഞാനൊരു ID സെറ്റ് ചെയ്തു. എങ്ങനെയാണ് സെറ്റ് ചെയ്യുക? H2 ടാഗ് ഓപ്പൺ ചെയ്യുക, ID = IDയുടെ ഒരു വാല്യൂ. ഇവിടെ ഞാൻ സെക്ഷൻ 1 കൊടുത്തു. നിങ്ങൾക്ക് എന്തിപ്പം N1 N2 ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നമ്പേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് ആയിട്ട് കൊടുക്കാം. ഓക്കെ, H2 ID = എന്താ, ഡബിൾ കോഡ്സിൽ IDക്ക് ഒരു വാല്യൂ കൊടുത്തു. H2 ടാഗ്, ഇത് ആട്രിബ്യൂട്ട് ആണ്. H2 ടാഗിന്റെ ഓപ്പണിംഗ് ടാഗിന്റെ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്താണ് കണ്ടന്റ്? ഹെഡിങ് എന്താണ്? ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് ആണ്. H2 ക്ലോസ് ചെയ്തു. അതിനകത്തുള്ള കുറേ പാരഗ്രാഫ് നിങ്ങൾ എഴുതി. ഓക്കെ, കഴിഞ്ഞു. അടുത്ത നിങ്ങളുടെ ഡോക്യുമെന്റിൽ വരുന്ന ഹെഡിങ് ആണ്
സം ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഐ ഡി നിങ്ങൾ സെക്ഷൻ 2 എന്ന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ അണ്ടറിൽ കുറേ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു. നിങ്ങളുടെ ടോപ്പിക് സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് കൊടുത്തു. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് ഓൺ എ മോർ പേഴ്സണൽ നോട്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഹെഡിങ് കൊടുത്തു, അതിന് സെക്ഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ഹെഡിങ്ങും അതിൻ്റെ കണ്ടന്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു വിക്കിപീഡിയ പേജ് ഒക്കെ ആണെങ്കിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ തന്നെ കാണാം. ഓക്കെ, H1 സൈസിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഓരോ ലിങ്കാണ് ശരിക്കും അല്ലേ. ഇൻട്രൊഡക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇൻട്രൊഡക്ഷനിലേക്ക് വരേണ്ടത്. അതുപോലെ സം ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ കണ്ടന്റ്സിലോട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നല്ലോ, നിങ്ങൾ ഇതൊക്കെ ലിങ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ഹെഡിങ് എഴുതിയിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് ലിങ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാം? ഇപ്പൊ നോക്കിയേ, പാരഗ്രാഫിലാണ് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യണേ. ആങ്കർ ടാഗിൽ എച്ച് റെഫറൻസ് ഈക്വൽ ടു എന്താണ്, #section 1. കണ്ടോ, ഇവിടെ നിങ്ങൾ നോർമലി ഞാൻ പറഞ്ഞു എച്ച് റെഫിൽ എന്താ പറയുക, URL പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഇവിടെ നിങ്ങൾ ഡോക്യുമെന്റ് സെയിം പേജിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്കാണ് ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്, റെഫറൻസ് എങ്ങോട്ടാണ്, ഹാഷ് വെച്ചിട്ട് നോട്ടേറ്റ് ചെയ്യണം. #section 1, സെക്ഷൻ 1 പോകണം. ഐ ഡി എന്താണ്, സെക്ഷൻ 1 ആണ്. അപ്പോൾ ഡോക്യുമെന്റിൽ നോക്കും സെക്ഷൻ 1 എവിടെയാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇവിടെ ഇൻട്രൊഡക്ഷൻ. സോ ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കണ്ടന്റിലോട്ട് പോകും. ഓക്കെ, ഇനി തിരിച്ചു വന്നിട്ട് ഇപ്പോൾ അടുത്ത റെഫറൻസ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. സം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. ആ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പം എങ്ങോട്ടേക്ക് റെഫറൻസ് കൊടുത്തത്, #section 2. കാരണം എന്താ, സം ബാക്ക്ഗ്രൗണ്ടിന്റെ ഐ ഡി നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, സെക്ഷൻ 2 ആണ്. ഓക്കെ, അതുപോലെ അടുത്തത് സെക്ഷൻ 2.1. ഓക്കെ, ഇങ്ങനെ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒരാൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകണം, ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക കണ്ടന്റിലോ ഹെഡിങ്ങിലോട്ട് പോയിട്ട് ഡിസ്ക്രിപ്ഷൻ കാണണം. അതുപോലെ സം ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇങ്ങോട്ട് പോകണം. സോ അതൊരു ഐ ഡി വെച്ചിട്ടാണ് അവർ റെഫറൻസ് കൊടുത്തിട്ടുള്ളത്, URL അല്ല കൊടുത്തത്. കാരണം സെയിം പേജ് തന്നെയായിരിക്കും. അപ്പോൾ സെയിം പേജ് തന്നെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, URL കൊടുക്കേണ്ട ആവശ്യമില്ല, ഐ ഡി ആട്രിബ്യൂട്ട് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ ഐ ഡി ഓൾറെഡി നിങ്ങൾ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഐ ഡി ഡിഫൈൻ ചെയ്യുക. ടച്ച് റെഫറൻസിൽ ഐ ഡി പറഞ്ഞു കൊടുക്കുക. മനസ്സിലായോ? ഇതാണ് ഐ ഡി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി ഇത് സെയിം പേജിലാണെങ്കിൽ, സെയിം പേജിലല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെ, ഒരു കണ്ടന്റ് വെബ് പേജിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഏവിയോണിക്സ് എന്ന് പറഞ്ഞ കണ്ടന്റ് ആണ്, അതിന് ഐ ഡി എങ്ങനെയാണ് കൊടുക്കുക, ഇപ്പം ഹെഡിങ് ആണല്ലോ, അപ്പൊ അതിനൊരു സൈസ് ഉണ്ടാവും, H2 ID = ഏവിയോണിക്സ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ടാർഗറ്റ്, ഓക്കെ, ഏവിയോണിക്സ് എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടത്തേക്കാണ് വരേണ്ടത്, അത് നിങ്ങൾ സെയിം ഡോക്യുമെന്റ് തന്നെ ആണെങ്കിൽ # ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളെ ടാർഗറ്റ് വേറൊരു ഡോക്യുമെന്റിലാണെങ്കിൽ എങ്ങനെ കൊടുക്കണമെന്ന് അറിയോ, hrefs = ആ URL abc.html അതിന്റെ ഐ ഡി, ഏവിയോണിക്സ് എന്നാണല്ലോ നമ്മൾ ഐ ഡിയുടെ പേര്. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ, റെഫറൻസിൽ URL #ID കൊടുക്കേണ്ടി വരും. ഇഫ് ദ ഡോക്യുമെന്റ് ടാർഗറ്റ് ഡോക്യുമെന്റ് ഇസ് ഇൻ അനദർ ഡോക്യുമെന്റ്. ഓക്കെ, സെയിം ഡോക്യുമെന്റിലാണെങ്കിൽ ജസ്റ്റ് # കൊടുത്താൽ മതി. വേറെ ഡോക്യുമെന്റിലാണ്, വേറെ പേജ് ആണെങ്കിൽ URL കൊടുക്കണം. ഇപ്പൊ ഞാൻ കാണിച്ച എക്സാമ്പിളിൽ നമ്മൾ സെയിം പേജ് എന്ന രീതിയിലാണ് എക്സാമ്പിൾ വന്നത്. അതുകൊണ്ടാണ് ഇതിനെ #section അവിടെ തന്നെ കൊടുത്തത്, URL ഒന്നും കൊടുത്തിട്ടില്ല റെഫറൻസിൽ. അതൊക്കെ സെയിം തന്നെയാണുള്ളത്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ കണ്ടോ, ഇതൊരു വിക്കിപീഡിയ ആണ്, C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ വിക്കിപീഡിയ സൈറ്റ് ആണ്. കണ്ടോ, ഇവിടെ കണ്ടന്റ്സ് എന്തൊക്കെയാ, ഓവർവ്യൂ ഉണ്ട്, റിലേഷൻ ടു അതർ ലാംഗ്വേജസ്, ഹിസ്റ്ററിയിൽ കുറേ സബ് ടോപ്പിക്സ്, ഇതൊക്കെ എന്താ ഒരു ലിങ്ക് ആണ്. മനസ്സിലായില്ലേ? ഇതിൽ ഞാനിപ്പം സിൻടാക്സ് എടുക്കുന്നു. സിൻടാക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകണം, കണ്ടോ, സിൻടാക്സ് എന്ന് പറഞ്ഞ കണ്ടന്റ് വന്നു. അത് താഴോട്ട് എവിടെയോ കിടക്കുന്നുണ്ടോ, എൻ്റെ ഈ കണ്ടന്റ് മുകളിലാണുള്ളത്. ഞാൻ സിൻടാക്സ് ക്ലിക്ക് ചെയ്തപ്പോൾ താഴോട്ട് വന്നു കഴ്സർ. എന്നിട്ട് സിൻടാക്സിന്റെ കണ്ടന്റ്സ് മുഴുവൻ, അതിലുള്ള സബ് ഹെഡിങ്സും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ഓക്കെ, തിരിച്ച് ഞാൻ മുകളിലോട്ട് പോയിട്ട് എനിക്ക് നോട്ട്സ് വേണം. കണ്ടോ, അപ്പോൾ നോട്ട്സിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് സംഭവം. കാരണം ഇത് നിങ്ങൾ പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോട്ട്സിന്റെ ഇതിനൊരു ഐ ഡി സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ നോട്ട്സ് ഹെഡിങ്ങിന്, ഈ ഹെഡിങ്ങിന് ഒരു ഐ ഡി കൊടുക്കും. ആ ഐ ഡി ആണ് ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സിൽ റെഫറൻസ് ആയിട്ട് വരിക. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും, ബാക്ക്ഗ്രൗണ്ടിൽ
href ഈക്വൽ ടു, ഇപ്പം നോട്ട്സിന്റെ ID n1 ആണെന്ന് വിചാരിച്ചോ, href ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ #n1 എന്ന് പറഞ്ഞ് കൊടുക്കാം. മനസ്സിലായോ? ഇങ്ങനെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിനാണ് ഐഡിയുടെ അഡ്വാൻറ്റേജ്. ഇപ്പം മെമ്മറി മാനേജ്മെന്റ് വേറൊരു പേജിലാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ ലിങ്ക് കൊടുക്കുമ്പോൾ ആ പേജിന്റെ URLന്റെ കൂടെ മെമ്മറി മാനേജ്മെന്റ് ഐഡിയും കൂടി കൊടുക്കേണ്ടി വരും, എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? ഇതാണ് ഐഡി ആട്രിബ്യൂട്ടിന്റെ അഡ്വാൻറ്റേജ്. അതിന്റെ കൂടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റൈൽ ഷീറ്റ്, CSS നിങ്ങൾ പഠിച്ചിട്ടില്ല, ഓക്കെ. സ്റ്റൈൽ ഷീറ്റ്, അത് ഓരോ സ്റ്റൈൽ, ഇപ്പം ഓരോ ഹെഡിങ്ങിനും ഓരോ സ്റ്റൈല് കൊടുക്കണം, അല്ലെങ്കിൽ ബോർഡർ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ID വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. അത് CSS നിങ്ങൾ പഠിച്ചിട്ടില്ല, ആ സമയത്ത് പറയാം, ഓക്കെ. അങ്ങനെ ഓരോ സെക്ഷനും നമുക്ക് ബോർഡർ കാര്യങ്ങളൊക്കെ ഹൈറ്റ് വിഡ്ത്ത് മാറ്റണം എന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ID ആട്രിബ്യൂട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം മനസ്സിലായോ എന്താണ് ID ആട്രിബ്യൂട്ട് എന്നുള്ളത്? ക്ലിയർ ആണോ? റിപ്ലൈ തന്നെ. ക്ലിയർ ആണോ ID ആട്രിബ്യൂട്ട് എന്താണെന്നുള്ളത്? സാരംഗ്, റോഷൻ, റിസ്വിൻ, ഹലോ, ജസ്ന, ദിൽന, ക്ലിയർ ആണോ? പ്രണവ്, കീർത്തന, റെസ്പോണ്ട് ചെയ്ത എല്ലാവരും? എന്താണ് ID ആട്രിബ്യൂട്ടിന് അഡ്വാൻറ്റേജ് മനസ്സിലായോ? എങ്ങനെയാ കൊടുക്കുന്നത് മനസ്സിലായോ? ഓക്കെ, അതാണ് ID ആട്രിബ്യൂട്ട്. എപ്പോഴും കൊടുക്കേണ്ടത് എന്താ, നിങ്ങൾ ഹെഡിങ് എവിടെയാണോ പറയുന്നത് അതിന്റെ കൂടെയാണ് ID കൊടുക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, നിങ്ങൾ ടേബിൾ ഓഫ് കണ്ടന്റ്സിലൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ആ ഒരു ലിങ്ക് ക്രിയേറ്റ് ആകുമ്പോൾ ആ ടൈമിലും കൂടെ അതിന് റെഫറൻസ് കൊടുക്കുക. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സെക്ഷൻ 1 പോകണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എക്സാമ്പിൾ വിക്കിപീഡിയ പേജ് ആലോചിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ്, ഡോക്യുമെന്റ്സിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ 3 ടൈപ്സ് ഓഫ് ലിസ്റ്റ് ഉണ്ട്: അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ, 3 ടൈപ്സ് ഓഫ് ലിസ്റ്റ് ആണ് HTML ഉള്ളത്. അൺഓർഡേർഡ് ലിസ്റ്റ് ആകുമ്പം ഏതാ ടാഗ്, UL എന്ന് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ ഐറ്റംസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ LI എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യും. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. UL ആൻഡ് LI ടാഗ്. ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ വി യൂസ് OL ടാഗും അതുപോലെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് LI ടാഗും യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് നിങ്ങൾ DL ടാഗാണ് ഡെഫിനിഷൻ ലിസ്റ്റ് യൂസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ടേംസ് കൊടുക്കാം, ഓരോ ടേമും അതിന് ഡെഫിനിഷനും കൊടുക്കാം. നിങ്ങളിപ്പം ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയയിലൊക്കെ കൊടുക്കുന്ന പോലെയാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ, ഒരു ടേമും അതിൻ്റെ എക്സ്പ്ലനേഷനും. സോ ടേം കൊടുക്കാൻ DT, അതിന് ഡെഫിനിഷൻ ഓർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ DD. ഇത്രയും ടാഗാണ് യൂസ് ചെയ്യുന്നത് ലിസ്റ്റ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 3 to 5 മാർക്സ് വരെ ചോദിക്കാം. ഇതൊക്കെ എഴുതുമ്പോൾ വിത്ത് ആൻ എക്സാമ്പിൾ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ ഓക്കെ, അത് UL ടാഗാണ്. നിങ്ങൾക്ക് ഐറ്റംസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ലിസ്റ്റിൽ ഐറ്റംസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ LI ടാഗാണ്. നോർമലി ബുള്ളറ്റ് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ OL എന്ന് പറഞ്ഞ ടാഗാണ്. ഐറ്റംസ് ലിസ്റ്റ് ചെയ്യാൻ LI എന്ന് പറഞ്ഞ ടാഗ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് നമ്പേഴ്സ്, ലെറ്റർ, റോമൻ ന്യൂമറൽസിലൊക്കെ നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഡെഫിനിഷൻ ലിസ്റ്റ് DL ടാഗ്, ടേംസ് കൊടുക്കാൻ DT, ഡെഫിനിഷൻ കൊടുക്കാൻ DD. ഓക്കെ, ഇത്രയേ ഉള്ളൂ ലിസ്റ്റിന്റെ കേസിൽ. അപ്പോൾ ലിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ എങ്ങനെയാണ്, തിയറി എഴുതാൻ ഉണ്ടാവില്ല. സോ യു ഹാവ് ടു റൈറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് അൺഓർഡേർഡ് ലിസ്റ്റ് നോക്കാം. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇപ്പം എനിക്ക് ബീട്രൂട്ട്, ജിഞ്ചർ, പൊട്ടറ്റോ, റാഡിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ലിസ്റ്റ് ചെയ്യണം. സോ അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ നോർമലി ബുള്ളറ്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ബുള്ളറ്റ്. ഇതിനെ ഡിസ്ക് ടൈപ്പ് എന്നാ പറയാം. ഡിസ്ക് ടൈപ്പ് ആണ് ഈ ബുള്ളറ്റ്. ഓക്കെ, റൗണ്ടിൽ ഡിസ്ക് ടൈപ്പ്. ഓക്കെ, ഡിസ്ക് അല്ലെങ്കിൽ നമുക്ക് സ്ക്വയറും യൂസ് ചെയ്യാം, സ്ക്വയർ ടൈപ്പ് യൂസ് ചെയ്യാം. അതുപോലെ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളോ സർക്കിൾ. ഓക്കെ, വെറും നിങ്ങൾക്കൊരു റൗണ്ട്, ഡാർക്കനായിരിക്കില്ല, വെറും ഒരു റൗണ്ട് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ HTML വന്നിട്ടുള്ളത്. സോ അൺഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെയാണ് കാണിക്കുക നമുക്ക് നോക്കാം. സോ HTML ഹെഡ് ടൈറ്റിൽ കൊടുത്തു, HTML അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തു. ബോഡി സെക്ഷനിലാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. സോ ഞാൻ പറഞ്ഞു അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ ബോഡിയിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, UL എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതാ അൺഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിൽ ഏത് ടാഗാണ് ഓപ്പൺ ആവുക? UL ടാഗിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസാണ് കൊടുക്കേണ്ടത്? ഈ 4 ഐറ്റം. സോ അത് LI ടാഗ് വെച്ച് കൊടുക്കണം. ഓക്കെ, LI അത് ലിസ്റ്റ് ഐറ്റം ബീട്രൂട്ട്, അപ്പോൾ ഒരു ബുള്ളറ്റിൽ വന്നു. ലിസ്റ്റ് ഐറ്റം ജിഞ്ചർ, പൊട്ടറ്റോ, റാഡിഷ്.
ഒക്കെ വന്നു. എന്നിട്ട് UL ടാഗ് ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ഡിഫോൾട്ട് ആയിട്ട് UL എന്ന് പറഞ്ഞാൽ ഡിസ്ക് ടൈപ്പേ വരുള്ളൂ. ഓക്കെ, ഈ ടൈപ്പിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ടൈപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക. എങ്ങനെ കൊടുക്കുക? ഈ UL എന്നല്ല ഇവിടെ വരേണ്ടത്. UL ടൈപ്പ് ഈക്വൽ ടു അട്രിബ്യൂട്ട് ഈക്വൽ ടു അതിന്റെ വാല്യൂ എന്താണ്? ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്വയർ ഫോർമാറ്റ് കാണിക്കും. ഇത് ഈ സർക്കിൾ മാറിയിട്ട് അവിടെ സ്ക്വയർ വരും. ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ ആണെങ്കിൽ ഇത് മാറിയിട്ട് നിങ്ങൾക്ക് ഹോളോ സർക്കിൾ വരും. ഡിഫോൾട്ട് ആയിട്ടൊന്നും കൊടുത്തില്ല, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് UL എന്ന് പറഞ്ഞ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ അറ്റ് ദാറ്റ് ടൈം ഡിഫോൾട്ട് ഈസ് ഡിസ്ക്. ഓക്കെ, ഡിസ്ക് ആണ് ഡിഫോൾട്ട് ആയിട്ട് വരിക. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വെബ് പേജിൽ ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺഓർഡേഡ് ലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ UL ടാഗ് കൊടുക്കുക. ലിസ്റ്റ് ചെയ്യാൻ LI. ഓക്കെ, ബോഡീൻ്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്. 3 ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ തിയറിയിൽ എഴുതിക്കോളാം. ഓക്കെ, ഇങ്ങനെ ഒരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തിയറി എഴുതാൻ പറ്റും. ഓക്കെ, UL എന്ന് പറഞ്ഞ ലിസ്റ്റ് ആണ്, സ്റ്റാൻഡ്സ് ഫോർ അൺഓർഡേഡ് ലിസ്റ്റ് ആണ്. LI എന്ന് പറഞ്ഞിട്ടാണ് ഐറ്റംസ് ലിസ്റ്റ് ചെയ്യുക. അൺഓർഡേഡ് ലിസ്റ്റ് എന്ന കേസ് നിങ്ങൾക്ക് ഈ 3 ടൈപ്പേ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്ക്വയറിൽ കൊടുക്കാം, അല്ലെങ്കിൽ ബുള്ളറ്റ് മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക് ഫാഷനിൽ കൊടുക്കാം. ഈ 3 ഫാഷനാണ് പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് അൺഓർഡേഡ് ലിസ്റ്റ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണ് ലിസ്റ്റും അൺഓർഡേഡ് ലിസ്റ്റ്? ഓക്കെ ആണോ? ഫൈസ, അഭിനന്ദ്? ഓക്കെ, അപ്പോൾ എന്താണ് ഇനി നിങ്ങൾക്ക് അടുത്തത് ഓർഡേഡ് ലിസ്റ്റ്. ഓർഡേഡ് ലിസ്റ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു സെയിം പ്രോഗ്രാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? OL എന്ന് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. ഓർഡേഡ് ലിസ്റ്റ് ഓർത്താൽ മതി. OL, ഓർഡേഡ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ LI തന്നെ കൊടുക്കാം. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് OL എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് 1 2 3 4 നമ്പറിങ് കിട്ടും. ഓക്കെ, 1 2 3 4 ആണ് കിട്ടുക. ഇനി എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ OL ടൈപ്പ് ഈക്വൽ ടു I, ക്യാപിറ്റൽ ലെറ്ററിൽ I കൊടുത്തു കഴിഞ്ഞാൽ റോമൻ ന്യൂമറൽസ് ഇല്ലേ, നമ്മൾ 1 2 3 4 റോമൻ നമ്പേഴ്സ് ഉണ്ടല്ലോ, അത് വരും. ഇനി സ്മോൾ I ആണ് കൊടുക്കുന്നതെങ്കിൽ സ്മോൾ ലെറ്ററിൽ റോമൻ ന്യൂമറൽസ് കിട്ടും. 1 2 3 4 5 6 അങ്ങനെ കിട്ടും. ഇനി OL ടൈപ്പ് ഈക്വൽ ടു ക്യാപിറ്റൽ A ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 1 2 3 4 മാറിയിട്ട് ABCD, ക്യാപിറ്റൽ ABCDയിൽ കിട്ടും. ഇനി സ്മോൾ A ആണെങ്കിൽ സ്മോൾ ലെറ്റർ ABCDയിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓർഡേഡ് ലിസ്റ്റിന്റെ ഡിഫറൻസ് എന്താണ്? ഇത്രയും കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് ആയിട്ട് 1 2 3 4. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഡിസ്ക് ആണ്. അൺഓർഡേഡ് ലിസ്റ്റിന്റെ കേസിൽ ഡിഫോൾട്ട് ആയിട്ട് ഡിസ്ക് ആണ്. ഓർഡേഡ് ലിസ്റ്റിന്റെ കേസിൽ ഡിഫോൾട്ട് ആയിട്ട് 1 2 3 4 ആണ് വരിക. ഓക്കെ, അതാണ് ഓർഡേഡ് ലിസ്റ്റ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ 1 2 3 4 തന്നെ 1 2 3 4 ആണ് ഡിഫോൾട്ട്. 1 2 3 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കത് മാറിയിട്ട് എന്താണ് പിന്നെ ഒരു നമ്പർ 5 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഓർഡേഡ് ലിസ്റ്റ് ടൈപ്പ് ഈക്വൽ ടു 1, type equal to 1 space start equal to ഇങ്ങനെ കൊടുക്കാം. അതായത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓർഡേഡ് ലിസ്റ്റ് ആണ്. ടൈപ്പ് ഈക്വൽ ടു 1 മീൻസ് 1 2 3 4 നമ്പറിംഗ് ആണ് വരേണ്ടത്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്? 5 മുതൽ. അതായത് ഇപ്പോൾ എന്ത് ചെയ്യുക? 5 6 7 8 അങ്ങനെ പറഞ്ഞവരോ 1 2 3 4 ആയിരിക്കില്ല. 5 6 7 8 9 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയും കൊടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഡിസൈനിങ് പോലെ ഇരിക്കും. നിങ്ങൾക്ക് എങ്ങനെ നമ്പർ ചെയ്യണോ, ഏത് ഫോർമാറ്റിൽ നമ്പർ ചെയ്യണോ, അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസൈനർ. ഓക്കെ, അപ്പോൾ അതാണ് ഓർഡേഡ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഞാൻ പറഞ്ഞു ഈ ഇത്രയും ഡിഫോൾട്ട് ആയിട്ട് 1 2 3 4 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റോമൻ ന്യൂമറൽസ് യൂസ് ചെയ്യാം. അതും കേസ് സെൻസിറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആൽഫബറ്റ്സും യൂസ് ചെയ്യാം. അതാണ് ഓർഡേഡ്. ഇനിയിപ്പം ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ഒരു ടേം അതിന്റെ എന്ത് ചെയ്യും? ഡെഫിനിഷൻ അങ്ങനെ പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് ഡെഫിനിഷൻ ലിസ്റ്റ് ആണെങ്കിൽ DL ടാഗ് ആണ് യൂസ് ചെയ്യുക. DL ടാഗിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ടേം കൊടുക്കാനാണെങ്കിൽ DT. ഓക്കെ, DT HTML എന്ന് പറഞ്ഞ ടേം, അതാണ് DT. ഇനി എന്ത് ചെയ്യുക? ഡെഫിനിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ DD എന്ന് പറഞ്ഞ ടാഗാണ്. ദാറ്റ് ഈസ്
ദിസ് സ്റ്റാൻഡ്സ് ഫോർ എന്താണ് ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, അങ്ങനെ ഒരു കൊടുക്കണം. പക്ഷെ അത് നമ്മൾ ഡി ഡി ടാഗിൽ യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ടേം ആണെങ്കിൽ HTTP, അത് DT-യിൽ DD അങ്ങനെ പറഞ്ഞ് കൊടുക്കും. DL ടാഗാണ് യൂസ് ചെയ്യുക. ഇതിൽ എപ്പോഴും രണ്ട് പോർഷനാണ് ഉണ്ടാവുക, ഒരു ടേമും അതിന് ഡെഫിനിഷനും ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ നോർമലി എന്താണ് കണ്ടൻസിൽ ലിസ്റ്റ് ചെയ്യാനും, ഇപ്പം ഒരു ബുക്കിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ബുക്കിൻ്റെ ബാക്ക് പേജിൽ ഉണ്ടാവും അല്ല ഇന്ന ടേമിന് ഇന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. സോ അത് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും ഡെഫിനിഷൻ കുറച്ച് ഇൻഡൻറ്റഡ് ആയിരിക്കും. ഓക്കെ, ടേം കഴിഞ്ഞിട്ട് കുറച്ചൊരു ഇൻഡന്റേഷൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ടേം ഡെഫിനിഷൻ കൊടുക്കുക. ഇവിടെ കാണുന്നുണ്ടല്ലോ HTML എന്ന് പറഞ്ഞ ടേം, അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് ലെഫ്റ്റിൽ സ്പേസ് വിട്ടിട്ടാണ് അതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ബൈ ഡിഫോൾട്ട് ആയിട്ട് അങ്ങനെയാണ് DD ടാഗ് യൂസ് ചെയ്യുക. അതുപോലെ HTTP-ന്റെ കേസും അന്ന് ഡെഫിനിഷൻ ഒരു ഇൻഡന്റേഷൻ കൊടുക്കും. അതായത് ഇവിടെ കണ്ടോ, ഇത്രയും സ്പേസ് വിട്ടിട്ടാണ് അതിന് ഡെഫിനിഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ വി യൂസ് ഡെഫിനിഷൻ ടാഗ്. ഓക്കെ, ഇപ്പോൾ 3 ടൈപ്സ് ഓഫ് ടാഗ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാ? അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, സോറി ലിസ്റ്റിൻ്റെ തന്നെ അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. വി യൂസ് UL ടാഗ് ആൻഡ് LI ടു ലിസ്റ്റ് ഐറ്റം. ഓക്കെ, അതാണ് നമ്മൾ ബുള്ളറ്റിൽ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ OL ടാഗ് ആണ് ആൻഡ് LI ടു ലിസ്റ്റ് ഐറ്റം. സോ അതിൽ നമുക്ക് നമ്പേഴ്സ് വരാം, ലെറ്റേഴ്സ് വരാം, റോമൻ ന്യൂമറൽസ് ഒക്കെ വരാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡെഫിനിഷൻ. ലിസ്റ്റ് എന്ന് പറയുന്നത് DL ടാഗ് ആണ്. ആൻഡ് നമുക്കതിൽ ടേമിനെ റെപ്രസെന്റ് ചെയ്യാൻ DT-യും ഡെഫിനിഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് DD ടാഗും യൂസ് ചെയ്യും. പിന്നെ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് ഡിഫോൾട്ട് എന്താണ്. ഓക്കെ, ഈ അൺഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിൽ ഡിഫോൾട്ട് ടൈപ്പ് എന്താണ്? ഡിസ്ക്. അതാണ് ഇവിടെ കാണിച്ചത്. ഈ ബുള്ളറ്റ് എന്ന് പറയുന്നത് ഡിസ്ക് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് സ്ക്വയർ ആവാം, സർക്കിളും കൊടുക്കാം. സോ അറ്റ് ദാറ്റ് ടൈം യു ഹാവ് ടു സ്പെസിഫൈ ഇറ്റ് ഹിയർ. UL സ്പേസ് അതിന്റെ ആട്രിബ്യൂട്ട് ടൈപ്പ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ അതിന്റെ വാല്യൂ കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടുത്തെ കേസിലാണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് 1 2 3 4 നമ്പേഴ്സ് ആണ്. അത് നിങ്ങൾക്ക് 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഈക്വൽ ടു അതിന് നമ്പർ കൊടുത്താൽ മതി, ഏതൊരു കേസ് ആണെങ്കിലും. ഓക്കെ, അതുപോലെ ഇവിടെ OL ടൈപ്പ് ഈക്വൽ ടു നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ ഡെഫിനിഷൻ ലിസ്റ്റ്. ഇത്രയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ലിസ്റ്റിന്റെ കേസ് വരുന്നത്. ഓക്കെ, അതോടെ ലിസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ തിയറി ഇത്രയും പഠിക്കാനുള്ളൂ. വിത്ത് ആൻ എക്സാമ്പിൾ പഠിക്കുക. എപ്പോഴും സ്ലൈഡ് നോക്കിയിട്ട് എക്സാമ്പിൾ എഴുതുക. കാരണം സെക്കൻഡ് മോഡ്യൂളിലെ നോട്ട്സ് ഇന്ന് ഇട്ടിട്ടില്ല. അപ്പോൾ പഠിക്കുമ്പോൾ PPT-യിലുള്ള എക്സാമ്പിൾസ് തന്നെ പഠിച്ചാൽ മതി. എന്ത് എഴുതുമ്പോഴും വിത്ത് ആൻ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിന് മാർക്ക് കിട്ടുള്ളൂ. സോ നാളെ നിങ്ങൾ എക്സാം എഴുതുമ്പോഴും എന്ത് ചെയ്യുക, എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, നോട്ട്സ് പഠിക്കുക, കോപ്പി അടിക്കാൻ പാടില്ല. ജസ്റ്റ് 20 മാർക്സ് എക്സാം ആണ്. അതിൽ 1 ഞാൻ പറഞ്ഞു HTTP റെസ്പോൺസ് ആൻഡ് റിക്വസ്റ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. സോ അത് പഠിക്കുക. ലാസ്റ്റ് വീക്ക് തന്നെ ഞാൻ പറഞ്ഞതാണ് എക്സാമിൻ്റെ കേസ്, അത് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടതാണ് ടേബിൾസ്. ടേബിൾ എന്താണ്, എങ്ങനെയാണ് ടേബിൾ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, വെബ് പേജിൽ നിങ്ങൾ ടേബിൾസ് കാണാമല്ലോ. ടേബിൾസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, ടേബിൾ എന്താണ്, ടേബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതിൽ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതുപോലെയൊക്കെ ടേബിൾ എങ്ങനെയാണ് ഇത് എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇതുപോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കണ്ടോ, ഇവിടെ മേർജിങ് ഉണ്ട്, റോ മേർജിങ് ചെയ്തിട്ടുണ്ട്, കോളം വൈസും മേർജ് ചെയ്തിട്ടുണ്ട്. സോ ഹൗ യു മേർജ് ഇറ്റ്. അപ്പോൾ അത് എക്സാമ്പിൾ ചോദിക്കും. കാരണം എക്സാമിന് വേണമെങ്കിൽ ക്രിയേറ്റ്, ഇപ്പോൾ ഈ ഒരു ടേബിൾ തരും, ക്രിയേറ്റ് an HTML കോഡ് ഫോർ ദ ഗിവൺ ഫോർമാറ്റ് ഓർ ഫോർ ദ ഗിവൺ ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടേബിൾ തരും. എന്നിട്ട് അതിൻ്റെ HTML കോഡ് എഴുതാൻ പറയും. ഓക്കെ, അത് കറക്റ്റാക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. എവിടെയും മാർക്ക് ലൂസ് ചെയ്യൂല, കറക്റ്റായിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ടേബിൾ പഠിക്കാനുണ്ട്. പിന്നെ ഫോമാണ് വരുന്നത്. അതുപോലെ ഇതും 2-3 എക്സാം, ജസ്റ്റ് 2-3 ടോപ്പിക്സേ വരുന്നുള്ളൂ ടേബിളിൽ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവില്ല. നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ഇതുവരെ എടുത്ത് ക്ലിയർ ആണോ? ഓക്കെ, അറ്റൻഡൻസ് പറഞ്ഞോളൂ. 1 minute. ഓക്കെ,
Okay, Akash Raji. Okay, Abhinav. Present, miss. Adarsh. Okay, Advait. Present, miss. Ajmal. Present. Adil. Anagha. Anjali. Anugrah. Present, miss. Adil. Present, miss. Adul. Adulundo. Adul. Devika. Dilna. Present, miss. Masna. Okay. Jasna. Present, miss. Karthik. Present, Kirtana. miss. Kirtana. Present, miss. Muhammad Sinan. Muhammad Jas. Present, miss. Nafa. Present, miss. Neha. Nitin. Nitin absent ആണോ? Pranav A. Pranav C. Raiza. Razana. Rizwin. Roshan. Present, miss. Sahala B. Present, Sahala miss. B. Sahala N. Present, miss. Sangeet. Sarang. Present, miss. Sharon. Shraddha. Present, miss. Vishnu. Vaishnavi. Srishma. Anjita. Absent. Shirona. Okay, absent is Nitin and Anjita. Okay, thank you.